നാളെയാണ് ഞങ്ങൾ ദുബായിക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇവിടെ ഉമ്മച്ചി എന്താ ചമ്മന്തിപ്പൊടിയും അതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ആളുകളായിരുന്നേ, ബന്ധുക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്ന് പോയപ്പോൾ തന്നെ ഒരു നേരമായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ആണെങ്കിൽ എല്ലാം നല്ല ഭംഗിക്കൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാ സാധനങ്ങളും പേരൊക്കെ എഴുതി നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണല്ലോ എൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തതൊക്കെ ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ 3 ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബാഗിൽ ഡ്രസ്സും പിന്നെ ഒരു ബാഗിൽ ഭക്ഷണ സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടായിരുന്നേ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ എണീക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ എണീറ്റ് 4:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ശരിക്കും 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റായിരുന്നേ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു ഉറങ്ങിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് ഉറങ്ങിപ്പോയൊന്നുമില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താറായി. അപ്പോൾ ശരിക്കും എന്താ പറയണ്ടത്, സന്തോഷമാണോ അതോ എക്സൈറ്റ്മെൻ്റ് ആണോ പേടിയാണോ അതോ സങ്കടമാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്നാൽ എയർപോർട്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും തോറും എന്തൊക്കെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. ആക്ച്വലി എനിക്ക് 9:15 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 6:15 ആകുമ്പോൾ ഉള്ളിൽ കയറണം. ഞങ്ങളങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവ നല്ല ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. അപ്പോൾ ഉമ്മച്ചി ഉണ്ട്, പപ്പ ഉണ്ട്, സച്ചു ഉണ്ട്, പിന്നെ ഉമ്മച്ചിയുടെ അമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഞങ്ങളാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ സമയമായി, അകത്തോട്ട് കയറാൻ പോവാണ്. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. എപ്പോഴാണ് ടൈമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോർത്തു. കാരണം എന്തായാലും ഡിലേ ആയില്ല. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഒരു ടൈം ആവും. അപ്പോൾ അതുവരെ വിശന്നിരിക്കാൻ വയ്യ. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ടാണെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോർത്തു. അപ്പോൾ ഇവാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇവാണ് നല്ല ഉറക്കമാണ്, പക്ഷെ ഉണർത്തിയിട്ടാണെങ്കിലും എന്തെങ്കിലും കൊടുക്കണം. കാര്യമായിട്ടൊന്നുമില്ല, 2 വട ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം 7 മണിയായിട്ടുള്ളൂ. അല്ലെങ്കിൽ വിശപ്പൊന്നും കൊണ്ട് സമയമൊന്നും ആയിട്ടില്ല. 2 വട മാത്രമേ വന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിൽ കയറാനുള്ള സമയമായിട്ടോ. അപ്പം ഞങ്ങൾ വേഗം നടന്നിട്ട് പിന്നെ അധികം ഇവിടെ നിന്നൊന്നുമില്ല, നേരെ തന്നെ അകത്തോട്ട് കയറായിരുന്നേ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെല്ലുന്നത് ബോർഡിംഗ് പാസ് എടുക്കണടുത്താണ്. അപ്പോൾ ഇവാക്കാണെങ്കിൽ അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവിടെ അവരുമായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി, അതുപോലെ ലഗേജ് കൊടുത്തു. ഇനിയിപ്പോൾ എമിഗ്രേഷൻ്റെ അവിടെ ഗേറ്റ് നമ്പർ 1 വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. എമിഗ്രേഷൻ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവ ഭയങ്കര ബഹളമായിരുന്നു. ഇവ അവിടെ നിന്ന് അടിയിൽ കൂടെ ഓട്ടവും അതുപോലെ ഓരോ ക്യാബിൻ്റെ ഉള്ളിലൊക്കെ ഓടിക്കയറലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ചിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവൾ കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ നിന്നപ്പോൾ എയർ ഇന്ത്യയിലുള്ള പാസഞ്ചേഴ്സിനെ വേഗം അകത്തോട്ട് വിളിച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കൊക്കെ വേഗം കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവയെ കൊണ്ട് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇവ കാണുന്നിടത്തൊക്കെ വലിഞ്ഞ് കയറലും ബഹളം ഒക്കെ ആയിരുന്നു. ഓരോ ഇടത്തുനിന്ന് വലിച്ചോണ്ടാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്.
ഫ്ലൈറ്റിലോട്ടാട്ടോ പോണത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ടുള്ള വഴിയായത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ എനിക്ക് ശരിക്കും വിൻഡോ സീറ്റ് വേണമെന്ന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞേൽപ്പിച്ചായിരുന്നു അവിടെ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും മറന്നുപോയി ആ ഒരു കാര്യം. അങ്ങനെ വിൻഡോ സീറ്റ് എന്തായാലും കിട്ടിയില്ല. വിൻഡോ സീറ്റിൻ്റെ തൊട്ടിപ്പുറമുള്ള 2 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അറ്റത്തൊരു ചെക്കനായിരുന്നു കേട്ടോ ഇരുന്നത്. അപ്പോൾ അയാളോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി ഞങ്ങൾ അറ്റത്ത് ഇരുന്നോട്ടെ എന്ന്. പക്ഷെ ആൾ സമ്മതിച്ചില്ല. പിന്നെ കിട്ടിയ സീറ്റിലിരുന്നിട്ട് ഞാൻ എത്തിപ്പിടിച്ചൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ഇതാ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും കാണാനും പറ്റണില്ല, വീഡിയോ എടുക്കാനും പറ്റണില്ല. ലാസ്റ്റ് ഞാൻ ആ ചെക്കനോട് പറഞ്ഞത് ഷൂട്ട് ചെയ്ത്. ആ ചെക്കൻ ഷൂട്ട് ചെയ്ത ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിന് തലയും വാലും ഒന്നും ഇല്ലാത്ത പോലെ എന്തോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങിയിട്ട് ഞാൻ തന്നെ പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തു. സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ മടിയിൽ കയറി ഇരിക്കാണ്. കൊങ്ങാന്ന് വേണ്ട. അങ്ങനെ നമ്മൾ മേലെ എത്തി. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ പുറത്തോട്ട് നോക്കിയിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ ശരിക്കും ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായില്ല. ആ ചെക്കനാണെങ്കിൽ മാർത്തരൊന്നും പിന്നെ ഞാൻ എത്തി വലിഞ്ഞ് എങ്ങനെയൊക്കെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവയും ഓരോ ജ്യൂസും ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ പീനട്സും വാങ്ങിയാണേ. ഇവ ഒന്നല്ല, ഇവ 2-3 എടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാവാ പുറത്തോട്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പുറത്ത് ആദ്യം ഇരുട്ടാകാണ്. അതെന്താ ഗ്ലാസിൻ്റെ ആണോ എന്താണെന്നറിയില്ല. പുറത്ത് നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇവാടെ സീറ്റ് ഇവിടെ വെറുതെ കിടക്കുകയാണ്. അതിൽ ഞാൻ എൻ്റെ ബാഗും പിന്നെ ഇവാടെ ഷൂ ഒക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു TV ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് മൂവീസൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം സിനിമ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ചെക്കനൊന്ന് ടോയ്ലറ്റിൽ പോയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ സീറ്റിൽ കയറി ഇരുന്നിട്ട് പുറത്തോട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കി ഇവിടെ നിന്ന് കാണാനായിട്ട്. ആ ചെക്കനാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ ഇരിക്കണ കണ്ടേ അപ്പം തന്നെ വന്നു. 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ തിരിച്ചു വന്നു. അപ്പം ഞാനവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പോലും എന്താ അവിടെ ഇരുന്നോന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. അത് അവിടെ തന്നെ വന്ന് പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ എയർ ഹോസ്റ്റസ് വന്നിട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഫ്രൈഡ് റൈസ് പോലത്തെ റൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ടൊരു പായസം പോലത്തെ ഒരു സംഭവം, പിന്നെ സാലഡും അത്രയൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ബണ്ണുണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടോ. അപ്പോൾ ശരിക്കും 1 hour ഡിലേ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഡിലേയുടെ ആ ടൈം എടുത്തില്ല. നമ്മൾ ശരിക്കും ഉള്ള ടൈമിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്.
വന്നുകൊണ്ടിരുന്നപ്പോൾ അത് അവിടെ ഒരു മെട്രോ പോലത്തെ ട്രെയിൻ വന്നേ. അപ്പോൾ നമ്മളിനി അതിൽ കയറിയിട്ടാണ് ടെർമിനൽ 1 പോകേണ്ടത്. ഇവങ്ങി വാ, ഡാഡി ഇവിടെ നോക്കിയിരിക്കണ. വാ ഡാഡി എവിടെ? ഓടി ഓടി വാ, വാ ഇറങ്ങാം. ഇവ കാണുന്നിടത്തോട്ടൊക്കെ ഓട്ടം തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ പിടിക്കണുണ്ടായില്ല. എന്താ പറയുക, ഫുൾ ഞാൻ എടുത്തോണ്ട് നടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവള് തോന്നിയെടുത്തിട്ടൊക്കെ ഓട്ടമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയൊക്കെ പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളവിടെ ബാഗ് എടുക്കേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മളവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ട ആ ഫ്രണ്ട്സിനെ അവൾ പിന്നെയും കണ്ടുമുട്ടി. അങ്ങനെ പിന്നെയും കുറച്ച് നേരം അവളുടെ കൂടെ കളിയായിരുന്നേ. അപ്പോൾ നമ്മുടെ ബാഗ് കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. ബാഗ് വരുന്നുണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. അപ്പോൾ ആ ബാഗ് പോകുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലോട്ടാണെങ്കിൽ ഇവ വലിഞ്ഞ് കയറലും അതുപോലെ വരുന്ന ബാഗ് എടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന്. ഹലോ, അപ്പൊ നമ്മളിത് ദുബായിലെത്തിയിട്ടാ. അപ്പൊ ഞങ്ങളിപ്പോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണേ. വേറെ എവിടെ ഇല്ല, ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാന്ന് ഓർത്തു. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ ഫ്രൈഡേ ആയിട്ട് പോലും എവിടെ ഇറങ്ങിയിട്ടില്ല, റൂമിൽ തന്നെ ഇരിപ്പായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര കരച്ചിലും വാശിയായിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്ക് എവിടെയും പോകാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാന്നൊക്കെ ഓർത്തു. ഇവിടെ സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് കണ്ടിട്ടാണ് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എവിടെയെന്ന് വെച്ചാൽ അപ്പൊ കൊണ്ടുപോകുന്നിടത്ത് പോയിട്ട് വരാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് എവിടെയും പോയൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ടെമ്പററി മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ ഇതങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും കൂട്ടണ്ട, ഞാൻ ജസ്റ്റ് പോയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ അങ്ങനെ തീരെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അത്രയും വാശി ബഹളമൊക്കെ ആയിരുന്നു. അവൾക്കാണെങ്കിൽ പനിയും വന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഇങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തോന്നേ ഉള്ളൂ. സ്റ്റേ ചെയ്യുന്നത് നെഹ്ദയിലാണ്, ഷാർജയിലാണ്. അപ്പോൾ ബോർഡറിലായിട്ടാണ്, ദുബായ് ഷാർജ ബോർഡറിലായിട്ട് നെഹ്ദ പാർക്കിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സുകളുടെയും ബാഗുകളുടെയൊക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിലക്കുറവാണ്. പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അവിടെ ഫിക്സ്ഡ് പ്രൈസ് ആണ്, നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ ഡ്രസ്സൊക്കെ നോക്കി നടന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല. നല്ല പാൻസുകളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വ്ളോഗായിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ അടിപൊളി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.